തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. പ്രചാരണം കുട്ടിക്കലാശത്തിലേക്ക്. വൈകിട്ട് 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. അവസാന ലാപ്പിലും വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണവും സജീവമായി നിലനിൽക്കുന്നു ഗ്രൗണ്ടിൽ. കലാശക്കൊട്ടിന്റെ ആവേശം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജമാണ്. വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ശ്രീ തരുൺ രാജ്, എ വി ജയശങ്കർ, ടോബി ജോൺസൺ, രാഹുൽ വിജയൻ, നിതിൻ അംബുജൻ, അശ്വിൻ പാലാഴി എന്നിവരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ആദ്യം അരുൺ രാജിലേക്ക് പോകുന്നു. കൊല്ലത്ത് നിന്നാണ്. അരുൺ, അവിടെ കൊല്ലം ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് എന്ന് പറയുമ്പോൾ പോലും ഇക്കുറി UDF പ്രത്യേക പഠനമൊക്കെ നടത്തി, പ്രത്യേക സംഘങ്ങളെയൊക്കെ ഇറക്കി. സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ഒരു പ്രത്യേക കരുതൽ അക്കാര്യത്തിൽ കാണിച്ചിരുന്നു. BJP അവിടെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കുട്ടിക്കലാശത്തിൽ ആവേശം പ്രകടമാകും. ഒരു കേന്ദ്രീകൃത കുട്ടിക്കലാശം ചിന്നക്കടയിലോ മറ്റോ ഉണ്ടോ അരുൺ? അഷ്മി, തീർച്ചയായും ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി നഗരവീഥികളിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. 68 ഗ്രാമപഞ്ചായത്തുകൾ, 4 മുനിസിപ്പാലിറ്റികൾ, 1 കോർപ്പറേഷൻ, അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ. ആവേശം അങ്ങനെ അലതല്ലിയുള്ള ആവേശ പോരാട്ടത്തിലേക്കാണ് എത്തുന്നത്. ശബരിമല മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമടക്കം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആർക്കൊപ്പം ആരൊക്കെ നിൽക്കുന്നു, അങ്ങനെയാണ് ജനം വിധി എഴുതുക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലം എന്നും ഇടതുപക്ഷത്തോടും ഒപ്പം ചേർന്ന് നിന്ന മണ്ണാണ്. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ഇടതുപക്ഷത്തിന് വലിയ അപ്രമാദിത്യം എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സ്ഥിതി മാറി മറിയുമെന്നുള്ളതാണ് UDF ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. വിമത സ്ഥാനാർത്ഥികളില്ല. റിബൽ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് ആശ്വസിക്കുന്നുണ്ട് UDF. പക്ഷേ ചിലയിടങ്ങളിൽ മാത്രമാണ് അതിന് ഒരു പേരുദോഷമുള്ളത്. പക്ഷേ അപ്പോഴും വിജയം തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് UDF ക്യാമ്പുകൾ എല്ലാ ഘട്ടത്തിലും വിശ്വസിക്കുന്നത്. അട്ടിമറിയാണ് BJPയുടെ പ്രതീക്ഷ. കണക്കുകളിൽ ചില കരുതലുകൾ ഉണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിൽ നിർണായക കക്ഷിയായി തങ്ങൾ മാറുമെന്ന പ്രതീക്ഷ BJP വെക്കുന്നു. കൊല്ലം കോർപ്പറേഷനാണ് കൊല്ലത്തെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊന്ന്. കാരണം കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷത്തിന് ഇത്തവണ കാലിടറിയാൽ അവിടെ BJP നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം UDF കേന്ദ്രങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 20-ലധികം സീറ്റ് തങ്ങൾ നേടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 28 സീറ്റാണ് മാർജിൻ. ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരണമെങ്കിൽ 28 സീറ്റ് വേണം. സ്വാഭാവികമായും അത് ആര് നേടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുക. 20 സീറ്റ് UDF ക്യാമ്പുകൾ പറയുന്നത് പോലെ 20 സീറ്റ് അവർ നേടിയാൽ 8 സീറ്റ് BJP പിടിച്ചാൽ സ്വാഭാവികമായും അതൊരു തൂക്ക് സഭയിലേക്കടക്കം കാര്യങ്ങൾ പോകും. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ മാറ്റങ്ങൾ 30 വർഷത്തെ ചരിത്രത്തിന് അട്ടിമറിയായി മാറും. പക്ഷേ ഇടത് കേന്ദ്രങ്ങൾ ഒരിടത്ത് പോലും വിശ്വാസത്തിലേക്ക് മാറ്റം വരുത്തില്ല. ഉറച്ച ഭരണം ഉറപ്പായി ഉണ്ടാകും. വികസനത്തിന് ജനം വോട്ട് ചെയ്യും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരിട്ടെത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത് നമ്മൾ കണ്ടതാണ്. കൊല്ലം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ CPM രംഗത്തിറക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റുമടക്കം UDFന്റെ വമ്പൻ നിരയും പല ഘട്ടങ്ങളിൽ പലകുറി കൊല്ലത്ത് വന്നുപോയതാണ്. BJP ക്യാമ്പിൽ BJP സംസ്ഥാന അധ്യക്ഷൻ മുതൽ സുരേഷ് ഗോപി വരെയുള്ള താരപ്രചാരകരെ അടക്കമിറക്കിയായിരുന്നു BJPയുടെയും പോരാട്ടത്തിന്റെ വീര്യം. എന്തായാലും ഇനി ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് മാറുകയാണ്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥികൾ ഈ നിരത്തുകളെ കീഴടക്കിക്കൊണ്ട് മുന്നണികൾക്കിടയിൽ ആശ്വാസമാണെന്ന് പറയുമ്പോൾ പോലും അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.